ഷാരോനിൻ റോജാവേ, സിയോനിൻ രാജാവേ, യേശുവേ യേശുവേ നാഥനേ നാഥനേ, ജീവന്റെ നാഥനേ, വറ്റാത്ത സ്നേഹമേ, ജീവന്റെ നാഥനേ, വറ്റാത്ത സ്നേഹമേ, ആനന്ദമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറായ്ക്കൊരു മകൻ ഉണ്ടാകും എന്ന് അരുളി ചെയ്തു. യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? ബൈബിളിൽ പല ഭാഗത്തും ഈ വചനം നമുക്ക് കാണാം. സാറയോട് പറയുന്നതും മറിയോട് പറയുന്നതും ഒക്കെയായിട്ട് നമുക്ക് ഈ വചനം കാണാൻ പറ്റും. ഒരിക്കലൊരു പിതാവ് തൻ്റെ മകനെ കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർക്ക് അവനെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. അപ്പം പറഞ്ഞു, നിനക്ക് വലുതും കഴിയുമെങ്കിൽ. അപ്പോൾ പറയുന്ന കാര്യമുണ്ട്, എനിക്ക് കഴിയുമെന്നോ. അതുപോലെ വളരെ പ്രാധാന്യപ്പെട്ട ഒരു വാക്യമാണ്, ദൈവത്താൽ കഴിയാത്ത കാര്യമുണ്ടോ? ദൈവത്താൽ എല്ലാ കാര്യവും സാധ്യമാണ്. ദൈവത്താലെല്ലാം സാധ്യമാണ്. അതുപോലെ തന്നെ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാലും എല്ലാം സാധ്യമാണ്. പ്രൈസ് ലോർഡ്. നിങ്ങളോടിന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് നിങ്ങൾ ആദ്യം അറിയുക. 2, ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലും എല്ലാം സാധ്യമാണെന്ന് അറിയുക. ദൈവത്തോടുള്ള വിശ്വാസം വരുമ്പോൾ ദൈവഹിതത്തിന് വിരോധമായ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറുകയും നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളായി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതെല്ലാം സംഭവിക്കുന്നു. ഞാനിന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നത്, സാറായിയോട് ദൈവം പറഞ്ഞൊരു കാര്യം, ധൈര്യമായിരിക്കുക, അടുത്ത ആണ്ടിൽ ഞാൻ നിന്റെ അടുക്കൽ വരുമ്പോൾ നിനക്കൊരു മകനുണ്ടാവും. 2 ദൂത. 1, നിനക്കൊരു മകൻ ലഭിക്കും. 2, ഞാൻ നിന്റെ അടുക്കൽ വരും. സ്തോത്രം. ഞാൻ നിന്റെ അടുക്കൽ വരികയും നിനക്കൊരു മകൻ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ 1 വർഷം ഒരു അനർത്ഥവും നിനക്ക് വരാതെ സൂക്ഷിക്കപ്പെടുകയും ചെയ്യും. ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് വാഗ്ദത്തമുണ്ടോ? അത് പല ഗ്യാരണ്ടികൾ നിങ്ങൾക്ക് തരും. 1, നിങ്ങളുടെ ആയുസിൻ്റെ ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ വാഗ്ദത്തം. നാളുകളുടെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് വാഗ്ദത്തമുണ്ടോ? എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾ പറയണം, ഞാൻ ജീവിച്ചിരിക്കും. കാരണം വാഗ്ദത്തം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. അപ്പോൾ സാറയോട് പറയുകയാണ്, ഞാൻ അടുത്ത ആണ്ടിൽ വരും, നിനക്കൊരു മകൻ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ ഇടപെടലുകൾ നടന്നു കഴിഞ്ഞാൽ ചില നാളുകൾ കഴിയുന്നതിന് ഇപ്പുറം തന്നെ അത്ഭുതങ്ങളായിരിക്കും. നിങ്ങൾ ദൈവമായിട്ട് കണക്ട് ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അറിയുമ്പോഴും ഒക്കെ ചില അത്ഭുതങ്ങളുടെ വക്കിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ചില കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കും. 1 വർഷം കൊണ്ട് നടക്കും, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് നടക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസം നടക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ തന്നെ നടക്കും. സ്തോത്രം. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം പറഞ്ഞതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ വാക്ക് മറക്കരുത്. എൽ ഷദായ്, സർവശക്തൻ, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. പലരോടും കർത്താവ് പറയാണ്, ചില അസാധ്യതയുടെ നടുവിൽ ഇത് കഴിയുമോ, ഇത് സാധ്യമോ എന്നൊക്കെ ചോദിക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ തലമുറയെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ഭാവിയെ ദൈവത്തിന് അത്ഭുതമാക്കാൻ കഴിയും. നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളുടെ കുരുക്കിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. നിങ്ങളെ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ ദിവസങ്ങളിൽ അടയാളങ്ങൾ കാണാൻ പോവുകയാണ്. സ്തോത്രം. കർത്താവ് വീണ്ടും നിങ്ങളെ സന്ദർശിക്കും. നിങ്ങളോട് തുടർമാനം ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കും.
ഇനിയും ദൈവത്തിൻ്റെ വിസിറ്റേഷൻ, എൻകൗണ്ടറുകൾ നിങ്ങൾക്ക് സംഭവിക്കും. യെസ്, ആയുസ് ആരോഗ്യത്തോടിരിക്കും. ചില മരണകരമായ രോഗങ്ങൾ നിങ്ങളെ വിട്ട് മാറുകയാണ്. ചില നടക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്ന് ലഭിക്കുവാൻ പോകുകയാണ്. ഈ വചനം ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിലെല്ലാം ഒരു സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു എന്ന് ഇന്ന് ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. ധൈര്യമായിരിക്കുക. ദൈവം നിങ്ങളുടെ മുഖത്ത് നോക്കി ദൈവം തന്നെ പറയുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാൻ ഇനി നിന്റെ അടുക്കൽ വരും. ഞാൻ പറഞ്ഞത് നിനക്ക് നിവൃത്തിയായിരിക്കും. യെസ്, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച്, ദൈവത്തിൻ്റെ വല്ലഭത്വത്തെ വിശ്വസിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവിനെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങേക്ക് അസാധ്യമായ ഒരു കാര്യമില്ലാത്തതിന് നന്ദി പറയും. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കും. ഇവളുടെ ജീവിതത്തിൽ കർത്താവ് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി നടത്തി കൊടുക്കാൻ പോകുന്നതിന് നന്ദി പറയുന്ന കർത്താവ്. എല്ലാ അസാധ്യതകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇവരൊരു അത്ഭുതമായി മാറട്ടെ. ഇവളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന എല്ലാ ഇടപെടലുകൾക്കായി സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാധ്യമായ എല്ലാ അസാധ്യതകളും കർത്താവ് മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇവരുടെ ലൈഫിൽ എൽഷതയായി അങ്ങ് വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവെ, മനുഷ്യർക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരുടെ മുമ്പിൽ സാധ്യമാകാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും വീണ്ടും അങ്ങ് ഇവരെ സന്ദർശിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സന്ദർശനത്താൽ ഇവരുടെ അകത്ത് ചിലത് ഉത്ഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആശ്ചര്യമായ ചിലത്, അത്ഭുതകരമായ ചിലത്, കാത്തിരുന്ന ചിലത്, നീണ്ട നാളുകൾ പ്രാർത്ഥിച്ച ചിലത്, നീണ്ട നാളുകളിൽ കേട്ട ചിലത്, നീണ്ട നാളുകളിൽ അമ്മേൻ ദൈവദാസന്മാർ ഇവർക്ക് പ്രവചനത്തിലൂടെ കൊടുത്ത ചിലത് ഇവരുടെ കൈകളിൽ ഈ നാളുകളിൽ എത്തുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇവരുടെ കുടുംബവും ഇവരും ബലപ്പെട്ടിരിക്കട്ടെ, ഐശ്വര്യത്തോടിരിക്കട്ടെ, സമൃദ്ധിയോടിരിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായും അഭിഷേകത്തോടെ ജീവിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, സഹായിക്കും. God bless you. Shalom. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.